ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും LGS PQ പർവ്വത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. എല്ലാവരും എക്സാമിന് വേണ്ടി വളരെ നല്ലോണം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. സിലബസിലെ ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് വളരെ ഉയർന്ന മാർക്കിലേക്ക് എത്തിപ്പെടാൻ സാധിക്കണം, എന്നാലും നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും റീസെന്റ് നടന്ന കുറച്ച് ചോദ്യങ്ങളും സ്ഥിരം PSC LGS പരീക്ഷകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞൊരു 10-20 വർഷമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും അവരുടെ അനുബന്ധ വിവരങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, എക്സാമിന്റെ ഈ ലാസ്റ്റ് മൊമെന്റിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഒരു ഓഫ്ലൈൻ കോഴ്സിലൊന്നും വന്ന് പഠിക്കാൻ പറ്റാത്തവർക്കായിട്ട് നമ്മുടെ കയ്യിൽ LGSന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾക്കറിയാം, LGS ജ്വാല എന്നാണ് കോഴ്സിന്റെ പേര്. സോ സമയം ഒട്ടും കളയാനില്ല. നമുക്ക് ഓൺലൈൻ കോഴ്സസ് എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ളൊരു ദിവസം കുറച്ച് സമയം അതിലേക്ക് മാറ്റിവെക്കുക, നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കുക. നിങ്ങൾക്ക് വളരെ നല്ലൊരു റിസൾട്ട് അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോയാലോ. നമുക്ക് LGS പരീക്ഷയുടെ ടോപ്പിക്കിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു സിലബസിലെ ടോപ്പിക്കാണ് ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്നത്. നിങ്ങൾ ഏതൊരു LGS എക്സാം എടുത്ത് നോക്കിയാലും അവിടെ ഉറപ്പായിട്ടും കാണുന്ന ഒരു ചോദ്യം ഒന്നുകിൽ ഹൈഡ്രജനെ പറ്റിയോ അല്ലെങ്കിൽ ഓക്സിജനെ പറ്റിയിട്ടോ ആയിരിക്കും. അപ്പോൾ കാലാകാലമായിട്ട് ഒരേ ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും റീസെന്റ് നടന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. 74/2024 അതാണ് എക്സാമിന്റെ കാറ്റഗറി നമ്പർ. ചോദ്യം ഇതാണ്: ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അത് ഓക്സിജന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിരുന്നു വന്നത്. ഇത് ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജനെ പറ്റി 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഒരു ബേസിക് PSC നോളജ് ഉള്ള എല്ലാവർക്കും അറിയാം ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ഹൈഡ്രജൻ ഒരു ലോഹമാണ് എന്ന് നൽകിയിരിക്കുന്നു. ഹൈഡ്രജൻ ഒരു ലോഹമാണ്. നമുക്കറിയാം ഹൈഡ്രജൻ ഒരു ലോഹമല്ല, അയാളൊരു വാതകമാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പ് ആണ് റേഡിയം എന്ന് പറയുന്നത്. കണ്ടോ, നമുക്കറിയാം ഹൈഡ്രജന് പ്രധാനമായും 3 ഐസോട്ടോപ്പിക് ഫോമുകളാണ് ഉള്ളത്. അത് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നീ പേരുകളിലാണ്. കണ്ടോ, പേരിനോട് സാമ്യത തോന്നുന്ന മറ്റൊരു മൂലകത്തിന്റെ പേരാണ് ഇവിടെ തന്നിരിക്കുന്നത്, റേഡിയം എന്ന്. അപ്പൊ അത് ഉറപ്പായിട്ടും തെറ്റായ പ്രസ്താവനയാണ്. ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പ് അല്ല റേഡിയം, അത് പീരിയോഡിക് ടേബിളിലെ ഒരു എലമെന്റ് ആണ്. ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പുകളുടെ പേരും അവരുടെ പോയിന്റ്സ് നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. അത് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ പോയിന്റ്, സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. സ്കൂൾ പാഠഭാഗത്ത് എടുത്തു തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും ഒക്കെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ആര് തന്നെയാണ്? അത് ഹൈഡ്രജൻ തന്നെയാണ്. അപ്പൊ ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഈ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സിനെ തന്നിരിക്കുമ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് ചൂസ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ഇതിൽ 1ഉം 4ഉം ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതേ ചോദ്യം തന്നെ റീസെന്റ് നടന്ന മറ്റ് 2 പരീക്ഷകളിൽ നോക്കാം. 104/2024 റീസെന്റ് എക്സാം. അവിടെയും ചോദ്യം ഇത് തന്നെയാണ്. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? അഗൈൻ ഹെൻറി കാവൻഡിഷ് ഈസ് ദ ആൻസർ. ഇനി അടുത്ത ചോദ്യം 19/2024, അതായത് ഇപ്പോൾ നമുക്ക് റീസെന്റ് ലിസ്റ്റ് ഒക്കെ വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി LGS കട്ട് ഓഫ് നമുക്ക് കണ്ടു. 81 മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ ആ എക്സാമിന്റെ മെയിൻസിൽ നടന്ന ചോദ്യമാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? അവിടെ കണ്ടോ, ഹെൻറി കാവൻഡിഷ് ഈസ് ദി ആൻസർ. അപ്പോൾ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത ഏറ്റവും അടുത്ത് നടന്ന തുടർച്ചയായിട്ട് നടന്ന എക്സാമുകളിലെ ചോദ്യങ്ങളെയാണ് 3 ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഈ ഒരു ചോദ്യം PSCയുടെ കാലാകാലമായി നമുക്ക് ഒഴിവാക്കി വെക്കാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊരു പരീക്ഷയ്ക്ക് ഇതിന്റെ വേറൊരു എക്സ്പ്ലനേഷൻ പോയിന്റ് ആയിരിക്കാം നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഹൈഡ്രജനെ പറ്റി ഒരു LGS എക്സാമിന് പോകുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മളിപ്പോ വായിച്ച ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടെത്തിയത് എന്താണ്? പീരിയോഡിക് ടേബിളിലെ 118 മൂലകങ്ങളിൽ 1ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം അറ്റോമിക് നമ്പർ 1 മൂലകമാണ് ഹൈഡ്രജൻ. ഇതിനെ കണ്ടെത്തിയത് ആര് എന്നുള്ളതായിരുന്നു നമ്മൾ എല്ലാ ചോദ്യങ്ങളിലും കോമൺ ആയിട്ട് കണ്ടൊരു പോയിന്റ്. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്നത്. ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഇനി അലോഹങ്ങൾ എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ അധ്യായത്തിൽ ഇദ്ദേഹം അത് ഏത് വർഷത്തിലാണ് ഇൻവെന്റ് ചെയ്തതെന്നൊക്കെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഓർത്തിരിക്കുക, ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജനെ കണ്ടെത്തുന്നത് 1766 1766 അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആണ് എന്നതും കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ 1766 ഹൈഡ്രജനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന PSC അടുത്തൊരു പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്താണെന്നറിയാവോ? ഈ ഹൈഡ്രജന്
പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആര് എന്നുള്ളതാണ്. അപ്പൊ ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണെങ്കിൽ അതേ ഹൈഡ്രജന് പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം ലാവോസിയർ ആണ്. നമുക്കറിയാം മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അന്റോണിയോ ലാവോസിയർ, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലാവോസിയർ എന്ന ശാസ്ത്രജ്ഞനാണ് ഇതിന് പേര് കൊടുക്കുന്നത്. നമുക്ക് 2 പോയിന്റ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ പറഞ്ഞ ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആര് തന്നെയാണ്? അത് ആന്റോണിയോ ലാവോസിയർ. ഇനി ഹൈഡ്രജൻ ഉള്ളൊരു വിശേഷണം നോക്കുകയാണെങ്കിൽ ഹൈഡ്രജനെ വിളിക്കുന്നത് സ്വയം കത്തുന്ന മൂലകം എന്നാണ്. സ്വയം കത്തുന്ന മൂലകം, ദ ഗ്യാസ് ബേൺ ഇറ്റ് സെൽഫ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. കത്തുന്ന വായു എന്നും അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനെയാണ്. പോയിന്റുകൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കത്തുന്ന വാതകം എന്നത് ഹൈഡ്രജൻ ആണെങ്കിൽ PSC ചോദിക്കും കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? അപ്പൊ നമ്മൾ ഓക്സിജനാണ് ആൻസർ എടുക്കേണ്ടത്. ഈ 2 പോയിന്റ് തമ്മിൽ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. കത്തുന്നത് എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ, എന്നാൽ കത്താൻ സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഓക്സിജനാണ്. അപ്പൊ ഹൈഡ്രജനെ വിളിക്കുന്ന ഒരു പേരാണ് കത്തുന്ന വായു. പാഠഭാഗത്തുള്ളൊരു പോയിന്റ് ആണ് കത്തുന്ന വായു, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് ഇൻഫ്ലൈമബിൾ എയർ എന്ന് വിളിക്കാം. ഇൻഫ്ലൈമബിൾ എയർ. അപ്പോൾ PSC ചിലപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, കത്തുന്ന വായു എന്ന് വിശേഷിപ്പിക്കുന്ന വാതകം ഏത്? അങ്ങനെ ചോദിച്ചാൽ ഹൈഡ്രജൻ. എന്നാൽ പാഠഭാഗത്ത് പരാമർശിക്കുന്ന ഒരു പോയിന്റ് ആണ് കത്തുന്ന വായു എന്ന് ഹൈഡ്രജനെ വിശേഷിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആര്? അതായത് ഹൈഡ്രജൻ ഇങ്ങനെ ഒരു പേര് കൊടുത്തത് ആര് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പേര് കൊടുത്ത ആളായ ലാവോസിയറിനെ ഓപ്ഷൻ കണ്ടാൽ പെട്ടെന്ന് അത് കറുപ്പിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. കത്തുന്ന വായു എന്ന് ഹൈഡ്രജനെ വിശേഷിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആര്? അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഹെൻറി കാവൻഡിഷ് എന്നാണ് എടുക്കേണ്ടത്. അതായത് ഹൈഡ്രജനെ കണ്ടെത്തിയ അതേ ഹെൻറി കാവൻഡിഷ് തന്നെയാണ് അതിനെ കത്തുന്ന വായു അല്ലെങ്കിൽ ഇൻഫ്ലൈമബിൾ എയർ എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ വർഷം ഓർത്തിരിക്കുക, 1766 ഇൻവെന്റ് ചെയ്തത്. പേര് കൊടുക്കുന്നത് ലാവോസിയർ ആണ്. എന്നാൽ കത്തുന്ന വായു അല്ലെങ്കിൽ ഇൻഫ്ലൈമബിൾ എയർ എന്ന് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത് അത് ഹെൻറി കാവൻഡിഷ് തന്നെയാണ്. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അറ്റോമിക് നമ്പർ പ്രകാരം ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. പീരിയോഡിക് ടേബിളിലെ 1ാമത്തെ എലമെന്റ് ആണ് ഹൈഡ്രജൻ. അപ്പോൾ പരീക്ഷകളിൽ വേറൊരു പോയിന്റ് ഇപ്പോൾ റീസെന്റ് ചോദിച്ചു, അറ്റോമിക നമ്പറും മാസ് നമ്പറും 1ആയ മൂലകം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അത് LDC എക്സാമിന് ചോദിച്ചതാണ്. പക്ഷേ ഇതൊരു ബേസിക് ഫാക്റ്റ് ആണ്, അറിഞ്ഞിരിക്കുക. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പറും 1 തന്നെയാണ്, ഹൈഡ്രജന്റെ മാസ് നമ്പറും 1 തന്നെയാണ്. അറ്റോമിക് നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആറ്റത്തിന്റെ സെഷൻസിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോൺസിന്റെയോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെയോ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, അറ്റോമിക നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം. അങ്ങനെ പറയാൻ കാര്യം എന്താണ്? രണ്ടിന്റെ എണ്ണവും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആറ്റത്തിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അത്രയും തന്നെ ഇലക്ട്രോൺസും ഉണ്ടാവും. സോ അതിന്റെ എണ്ണത്തെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പർ അഥവാ അറ്റോമിക് മാസ് എന്ന കൺസെപ്റ്റ് നമ്മൾ എന്താണ് പഠിച്ചത്? ന്യൂക്ലിയസിന്റെ അകത്തിരിക്കുന്ന പ്രോട്ടോണും ഇതേ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുന്ന സംഖ്യയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് അല്ലെ. അതായത് ന്യൂക്ലിയസിന്റെ അകത്തിരിക്കുന്ന പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ ആഡ് ചെയ്യുന്ന സംഖ്യയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. സോ ഈ അറ്റോമിക് നമ്പറും മാസ് നമ്പറും തുല്യമായ ഒരേ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഒന്നുകിൽ അറ്റോമിക് നമ്പറിന്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ ഒക്കെയാണ് മാസ് നമ്പർ വരുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ അറ്റോമിക് നമ്പർ എപ്പോഴും താഴെ ഇടതുവശത്തായിട്ടാണ് എഴുതുക, മാസ് നമ്പർ മുകളിൽ ആണ് എഴുതുക. അപ്പൊ എന്റെ ചോദ്യം, ഇതിനകത്ത് എത്ര പ്രോട്ടോണും എത്ര ഇലക്ട്രോണും ഉണ്ടെന്ന് ചോദിച്ചാൽ 1 ആണ് അല്ലെ. ഹൈഡ്രജന്റെ അകത്ത് പ്രോട്ടോണുകളുടെ എണ്ണം 1 ആണ്, ഇലക്ട്രോണുകളുടെ എണ്ണവും 1 തന്നെയാണ്. എന്നാൽ ഇതേ PSC നമ്മളോട് ചോദിക്കും ഹൈഡ്രജന്റെ അകത്ത് എത്ര ന്യൂട്രോണുകൾ ഉണ്ട്, ഹൈഡ്രജന്റെ അകത്ത് എത്ര ന്യൂട്രോൺസ് ഉണ്ട്? നമുക്കറിയാം ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണ് ചെയ്യുന്നത്. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 0. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഒരേ ഒരു എലമെന്റിന് മാത്രമാണ് ന്യൂട്രോൺസ് ഇല്ലാത്തത്. അപ്പൊ ന്യൂട്രോൺ ഇല്ലാത്ത ആളാരാണ്? അത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് ശ്രദ്ധിക്കുക. അറ്റോമിക് നമ്പറും മാസ് നമ്പറും തുല്യമായ മൂലകമാണ് ഹൈഡ്രജൻ. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഏക മൂലകമാണ് ഹൈഡ്രജൻ. ഇനി ഈ ഹൈഡ്രജൻ എന്ന വേർഡിന്റെ അർത്ഥം എന്താണ് എന്നത് PSC ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, ഹൈഡ്രോ എന്നും ജീൻ എന്നുമുള്ള 2 വേർഡ്സിൽ നിന്നാണ് ഈ ഹൈഡ്രജൻ എന്ന വാക്കുണ്ടാകുന്നത്. ഓക്കെ, ഹൈഡ്രോ എന്ന പദത്തിന്റെ അർത്ഥം ജലമെന്നും ജീൻ എന്ന് വെച്ചാൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുമാണ്. അപ്പോൾ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഏത്? അങ്ങനെ ചോദിക്കും. ഉത്തരം ഹൈഡ്രജനാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് അർത്ഥം വരുന്ന മൂലകം ഏത്? ഉത്തരം ഹൈഡ്രജൻ ആണ്.
ഓക്കെ, അതുമായിട്ട് കണക്ട് ചെയ്തൊരു പോയിന്റ് നിങ്ങൾ പഠിക്കുക. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഹൈഡ്രജൻ ആണെങ്കിൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ്? രണ്ടും കണക്റ്റഡ് ഫാക്ട് ആണ്, ശ്രദ്ധിക്കുക. ഓക്സിജീൻ, ഈ രണ്ട് വാക്കുകളിൽ നിന്ന് ഉത്ഭവിച്ച ഓക്സിജൻ എന്ന എലമെന്റ് ആണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ വാട്ടർ പ്രൊഡ്യൂസിംഗ് എന്നർത്ഥം വരുന്ന എലമെന്റ് ആണ് ഹൈഡ്രജൻ. അതേസമയം ആസിഡ് പ്രൊഡ്യൂസിംഗ് എന്നർത്ഥം വരുന്നത്, ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഏതാണ്? അത് ഓക്സിജൻ ആണ്. ഇനി ഇതേ ഹൈഡ്രജനെ തന്നെ വാണിജ്യപരമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ, നമ്മൾ ഒരുപാട് കെമിക്കൽസിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണം സമ്പർക്ക പ്രക്രിയ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം ഹേബർ പ്രക്രിയ എന്നറിയപ്പെടുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള PSC ചോദ്യം. അതുപോലെ ഇവിടെ ഹൈഡ്രജന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പഠിച്ചു വെക്കുക. ബോഷ് പ്രക്രിയ എന്നാണ് ആൻസർ. ബോഷ് പ്രോസസ് എന്തിന്റെ വ്യാവസായിക നിർമ്മാണമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം അത് ഹൈഡ്രജൻ ആണ്. അടുത്തതായിട്ട് ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം എന്ന് വിശേഷിപ്പിക്കുന്നത് ഹൈഡ്രജനെയാണ്. നമുക്കറിയാം ആദ്യത്തെ എലമെന്റ് ആണ് ഹൈഡ്രജൻ അല്ലെ. അപ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം, ഭാരം കുറഞ്ഞത് മാത്രമല്ല സാന്ദ്രത ഏറ്റവും കുറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ഹൈഡ്രജൻ തന്നെയാണ്. അപ്പൊ പോയിന്റ് ശ്രദ്ധിക്കുക, ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം അതുപോലെ തന്നെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകം എന്ന് ചോദിച്ചാലും ഉത്തരം ഹൈഡ്രജൻ ആണ്. ഇനി ചോദ്യത്തിനകത്ത് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഭാരം ഏറ്റവും കുറഞ്ഞ ലോഹം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. ലോഹം, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഭാരം കുറഞ്ഞത് എന്ന് കേട്ട ഉടനെ ഹൈഡ്രജനെ കറുപ്പിക്കരുത്. ചോദ്യം വായിക്കുക. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് ആദ്യത്തെ ലോഹമായ ലിഥിയമാണ്. കൺഫ്യൂസിംഗ് ഫാക്ട് ആയതുകൊണ്ട് പറഞ്ഞതാണ്. നമുക്കറിയാം ഹൈഡ്രജൻ ഒരു ലോഹമല്ല, രണ്ടാമത്തെ എലമെന്റ് ആയ ഹീലിയവും ഒരു ലോഹമല്ല, മൂന്നാമത്തെ എലമെന്റ് ആണ് ലിഥിയം. ലിഥിയമാണ് ദ ഫസ്റ്റ് മെറ്റൽ ഓഫ് ദ പീരിയോഡിക് ടേബിൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം എന്നറിയപ്പെടുന്നത് ലിഥിയമാണ്. അതുപോലെ തന്നെ സാന്ദ്രത കുറഞ്ഞ ലോഹം എന്ന് ചോദിച്ചാൽ ഉത്തരം തന്നെയാണ് ലിഥിയം. അപ്പൊ പോയിന്റ് ശ്രദ്ധിക്കുക, ഭാരവും സാന്ദ്രതയും കുറഞ്ഞ മൂലകം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്, ലോഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിഥിയമാണ്. കഴിഞ്ഞൊരു LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യമാണ്, മനുഷ്യനിർമ്മിത പെട്രോൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? മനുഷ്യനിർമ്മിത പെട്രോൾ എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനെയാണ്. അപ്പോൾ ഹൈഡ്രജനെ നമുക്കറിയാം ഇന്ന് ഇൻഡസ്ട്രിയിൽ ഹൈഡ്രജൻ ആസ് എ ഒരു ഫ്യുവലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാസ് ആണ് അല്ലെ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലുകളൊക്കെ ഇന്ന് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആസ് എ ഫ്യുവൽ എന്ന രീതിയിൽ ഹൈഡ്രജനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനൊരു പോയിന്റ് എടുക്കാം, മനുഷ്യനിർമ്മിത പെട്രോൾ അല്ലെങ്കിൽ മാൻമേഡ് പെട്രോൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസിനെയാണ്. നമ്മൾ പറഞ്ഞു സ്വയം കത്തുന്ന മൂലകമാണ് ഹൈഡ്രജൻ. അതുപോലെ തന്നെ സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഏറ്റവും കൂടുതലുള്ള മൂലകവും ഹൈഡ്രജൻ തന്നെയാണ്. അപ്പൊ ഫ്യൂവൽ എന്ന രീതിയിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, കലോറിക മൂല്യം കൂടിയ ഇന്ധനം ഏതാണ്? കലോറി മൂല്യം അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് കലോറി മൂല്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഏതെങ്കിലും ഒരു ഇന്ധനം അല്ലെങ്കിൽ ഒരു വിറകോ എന്തെങ്കിലും ഒരു ഇന്ധനത്തെ നമ്മൾ ഒരു 1 kg എടുക്കുന്നു. ഈ 1 kg പൂർണ്ണമായിട്ടും കത്തിത്തീരുമ്പോൾ അതിൽ നിന്ന് എത്ര എനർജിയാണോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതിനെ നമുക്ക് കലോറി മൂല്യം എന്ന് ഡിഫൈൻ ചെയ്യാം. അതിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം കേട്ടോ. സോ എന്താണ് കലോറി മൂല്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഇന്ധനത്തെ ഒരു 1 kg ഒരു ഫയർവുഡ് എടുക്കുന്നു, എന്തോ ആയിക്കോട്ടെ, ഒരു ഇന്ധനം ബേൺ ചെയ്യുമ്പോൾ ഒരു 1 kg ഓഫ് ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന എനർജി, ആ എനർജിയാണ് നമ്മൾ കലോറി മൂല്യം എന്ന് പറയുന്നത്. അങ്ങനെ കലോറി മൂല്യം ഏറ്റവും കൂടിയ ഫ്യൂവൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ ആണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ കലോറി മൂല്യം എത്രയാണ് എന്നൊരു ക്വസ്റ്റ്യനും വരാറുണ്ട്. സ്കൂൾ പാഠഭാഗത്ത് തന്നിരിക്കുന്ന വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കുക. 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം, അതാണ് ഹൈഡ്രജന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അതായത് പെർ kg ഓഫ് ഹൈഡ്രജൻ ബേൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇത്രയും കിലോ ജൂൾ ഓഫ് എനർജിയാണ് ലിബറേറ്റ് ചെയ്യുന്നതാണെന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹൈഡ്രജന്റെ കലോറിക മൂല്യം ചോദിച്ചു കഴിഞ്ഞാൽ 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഇത്രയും വലിയ കലോറിഫിക് വാല്യൂ ഉള്ള ഹൈഡ്രജൻ ആയിരുന്നിട്ട് പോലും നമ്മൾ ഇന്ന് ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കെല്ലാം കൂടുതലും ഹൈഡ്രോ കാർബണുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്രോൾ, ഡീസൽ മുതലായ ഫോസൽ ഫ്യൂവലുകളെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഉയർന്ന കലോറിക മൂല്യം ഉണ്ടായിരുന്നിട്ടും നമ്മൾ ഇന്ന് ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി ഒരു പാചകവാതകമായിട്ട് പോലും ഹൈഡ്രജനെ യൂസ് ചെയ്യുന്നില്ല. അതൊരു ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്, നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. ഹൈഡ്രജനെ ഒരു പാചകവാതകമായി ഉപയോഗിക്കാത്തതിനുള്ള പ്രധാന കാരണം എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ എടുത്തു ചോദിച്ചിരുന്നു പരീക്ഷയ്ക്ക്. ഒരുപാട് തവണ അത് LDCക്ക് വരെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിന്റെ ആൻസർ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. അതിന്റെ ഈ ഉയർന്ന സ്ഫോടന സാധ്യത അല്ലെങ്കിൽ ഹൈലി എക്സ്പ്ലോസീവ് നേച്ചർ കൊണ്ടാണ് ഇതിനെ ഒരു കുക്കിംഗ് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാത്തത്. അതൊരു റീസൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഹൈഡ്രജൻ ഒരു പാചകവാതകമായിട്ട് ഉപയോഗിക്കാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് അതിന്റെ ഉയർന്ന സ്ഫോടന സാധ്യതയാണ്.
അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കുക, റോക്കറ്റുകളിൽ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഹൈഡ്രജനെയാണ്. റോക്കറ്റ് ഫ്യൂവൽ എന്ന് വിളിക്കുന്നത് തന്നെ ലിക്വിഡ് ഹൈഡ്രജനെയാണ്. ഇടക്കാലത്ത് ഒരു പരീക്ഷയ്ക്ക് റോക്കറ്റ് ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നതിനകത്ത് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയുണ്ടായി. അവിടെ ലിക്വിഡ് ഓക്സിജനെയും കൂടെ ഓപ്ഷനിൽ തന്നതിന്റെ പേരിലാണ് ആ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെട്ടത്. അപ്പോൾ ഓർത്തിരിക്കുക, റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് മെയിൻലി ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ദ്രവ ഹൈഡ്രജൻ ആണ്. എന്താണ് ഈ ദ്രവ ഹൈഡ്രജൻ എന്ന് ഉദ്ദേശിക്കുന്നത്? വാതക രൂപത്തിലിരിക്കുന്ന ഹൈഡ്രജനെ കണ്ടൻസ് ചെയ്ത് ദ്രാവക രൂപത്തിലേക്ക് മാറ്റുന്നു, അതാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇൻഡസ്ട്രിയിലെ റോക്കറ്റ് ഫ്യൂവലിനകത്ത് നമ്മൾ ലിക്വിഡ് ഹൈഡ്രജനോടൊപ്പം തന്നെ ലിക്വിഡ് ഓക്സിജനെയും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷയ്ക്ക് അങ്ങനെ വന്നപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. എന്നാലും നമുക്ക് വരുന്ന ഒരു എക്സാമിന് വീണ്ടും ചോദിക്കുന്നു, റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ആൻസർ എന്ന് പറയുന്നത് ലിക്വിഡ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ദ്രവ ഹൈഡ്രജൻ തന്നെയാണ്. ഇനി LGS പരീക്ഷകളിൽ സ്ഥിരം കണ്ടുവരാറുള്ള ഹൈഡ്രജന്റെ മറ്റൊരു ചോദ്യമാണ്, നമുക്കറിയാം എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഏതൊരു ആസിഡ് എടുത്താലും അതിലെ പൊതു ഘടകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അത് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ആസിഡുകൾ, എല്ലാ ആസിഡുകളിലും പൊതുവായി അടങ്ങിയിരിക്കുന്നത് ഏത് മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. എന്നാൽ മറ്റൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വരും, അതായത് ഒരു ലോഹം ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പുറന്തള്ളുന്ന വാതകം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. അതായത് പൊതുവെ ഒരു മെറ്റല് ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാണ്, അപ്പോഴവിടെ പുറന്തള്ളുന്ന വാതകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ഹൈഡ്രജൻ. അതിന് പാഠഭാഗത്ത് എപ്പോഴും തരുന്ന ഒരു ഉദാഹരണമുണ്ട്, ആ ഉദാഹരണത്തിൽ തന്നെയാണ് എപ്പോഴും ചോദിക്കുക. എക്സാമ്പിൾ ഇതാണ്, സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ. സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ HCl എന്ന് പറയുന്ന ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് പാഠഭാഗത്തുള്ളത്. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ് വരിക, സിങ്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പുറന്തള്ളുന്ന വാതകം ഏതാണ് എന്നാണ് ചോദ്യം വരിക. സിങ്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പുറന്തള്ളുന്ന വാതകം ഏത്? അവിടെ നമുക്കറിയാം ഹൈഡ്രജൻ ഈസ് ദ ആൻസർ, കാരണം എല്ലാ ആസിഡിനകത്തും ഹൈഡ്രജൻ കോമൺ ആണല്ലോ. ഇനി ഇവിടെ രണ്ട് പ്രോഡക്ട്സ് ഉണ്ടാവും, ഒരു സോൾട്ടും ഒരു വാതകം ഉണ്ടാവും. അതായത് സിങ്കും HClൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സിങ്ക് ക്ലോറൈഡ് ZnCl2 പ്ലസ് H2 അതാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഗ്യാസ് ഇവിടെ കിട്ടി, ഹൈഡ്രജൻ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു ബേസിക് പോയിന്റ് പഠിച്ചു വെക്കുക, ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പുറന്തള്ളുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഇനി അടുത്തിടെ നടന്നൊരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു, ചുവടെ നൽകിയിട്ടുള്ളവയിൽ മിനറൽ ആസിഡുകളിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ പുറന്തള്ളാത്ത ലോഹമേത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. നമ്മളിപ്പോ കണ്ടു, സിങ്ക് എന്ന് പറയുന്ന മെറ്റലിന് ഹൈഡ്രജൻ റിലീസ് ചെയ്യാൻ പറ്റി. എന്നാൽ ഏതോ 4 മെറ്റലുകളെ ഓപ്ഷൻ തന്നിരിക്കുകയാണ്, അതിൽ ഏതോ മെറ്റലിന് ഹൈഡ്രജൻ റിലീസ് ചെയ്യാനുള്ള കഴിവില്ല. അവിടെ ഉത്തരം കോപ്പർ ആയിട്ടാണ് PSC തന്നത്. അത് നമ്മൾ ഓൾറെഡി 10th ലെവൽ പരീക്ഷകൾക്ക് പഠിച്ചിട്ടുണ്ട്. ക്രിയാശീല ശ്രേണി എന്ന് പറഞ്ഞൊരു ശ്രേണി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ശ്രേണി പ്രകാരം ഞാൻ കുറച്ച് മെറ്റൽസിനെ പറഞ്ഞുതരാം, നിങ്ങൾ അവരെ ഒന്ന് ഫോക്കസ് ചെയ്ത് വെക്കുക. പ്രധാനമായും കോപ്പർ ഉണ്ട്, അതുപോലെ മെർക്കുറി, അതുപോലെ സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഇത്രയും പേര് നിങ്ങളൊന്ന് ഓർത്തു വെച്ചോണം കേട്ടോ. LGSന് അത് ചോദിക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും അറിഞ്ഞിരിക്കുക. കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഈ ലോഹങ്ങളുടെയൊക്കെ പ്രത്യേകത, ഇവർ കുലീന ലോഹങ്ങളാണ്. അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷൻസിലൊന്നും വേഗത്തിൽ പങ്കെടുക്കാത്ത ക്രിയാശീലത കുറഞ്ഞ ലോഹങ്ങളാണ്. ഇവരുടെ പ്രത്യേകത, ഈ മെറ്റലുകൾ ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവർ ഹൈഡ്രജനെ റിലീസ് ചെയ്യില്ല കേട്ടോ. അപ്പൊ ഈ എക്സെപ്ഷൻ മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതിയല്ലോ. ബാക്കിയുള്ള മെറ്റലുകളെല്ലാം ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്നവരാണ്. ഇവിടെ സിങ്ക് കണ്ടില്ലേ, ഹൈഡ്രജനെ റിലീസ് ചെയ്തു. അതുപോലെ മെഗ്നീഷ്യം എടുത്താലും സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, അയൺ എല്ലാവരും തന്നെ ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്നവരാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സെപ്ഷൻ ആയിട്ടുള്ള ഇവരൊന്ന് നോക്കി വെച്ചോണം. നമ്മളിപ്പോൾ പഠിച്ച പോയിന്റ് എന്താണ്? ഒരു ലോഹം ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് പുറന്തള്ളും. അപ്പോൾ ഒരു എക്സെപ്ഷൻ കേസ് പഠിച്ചു. കുറച്ച് മെറ്റലുകൾ അങ്ങനെ ഹൈഡ്രജനെ റിലീസ് ചെയ്യാത്തവരാണ്. അവരാരൊക്കെയാണെന്നാണ് നമ്മൾ എടുത്തു പറഞ്ഞത്. ഓക്കെ, ഇനി പീരിയോഡിക് ടേബിളിലെ ഹൈഡ്രജന്റെ അലൈൻമെന്റ് വെച്ചൊരു ക്വസ്റ്റ്യൻ വരും. അതായത് നമുക്കറിയാം ആവർത്തന പട്ടികയിൽ ആകെ 18 ഗ്രൂപ്പുകളും അതുപോലെ തന്നെ 7 പിരീഡുകളുമാണുള്ളത്. താഴോട്ടുള്ളവരെ നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു. 18 ഗ്രൂപ്പുകളുണ്ട്. വലത്തോട്ട് 7 പിരീഡുകളും കാണാൻ സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കാറുണ്ട്, ആവർത്തന പട്ടികയിലെ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടുത്താത്ത മൂലകമാണ് ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിൽ ഒരു ഗ്രൂപ്പിലും അയാളെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ യഥാർത്ഥ സ്വഭാവം ഒരു ഗേഷ്യസ് ഫോമിലുള്ളതാണ്. നമുക്കറിയാം ഹൈഡ്രജൻ ഒരു വാതകമാണ്, പക്ഷെ വാതകങ്ങളുടെ കൂട്ടത്തിലല്ല, ലോഹങ്ങളുടെ കൂട്ടത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഹൈഡ്രജന്റെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ചോദ്യമാണിത്. ആവർത്തന പട്ടികയിലെ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടുത്താത്ത മൂലകമാണ്. നിലവിൽ നമ്മുടെ 1ാമത്തെ ഗ്രൂപ്പിന്റെ ടോപ്പിലാണ് ഇരിക്കുന്നത്, പക്ഷെ ആ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ആളല്ല ഹൈഡ്രജൻ. അതൊരു വൺ വേർഡ് ആയിട്ട് റീസെന്റ് വന്നിരുന്നു, അത് നോക്കി വെച്ചോട്ടോ.
ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. നമ്മൾ സാധാരണ ഡിസ്ചാർജ് ട്യൂബുകളുടെ കളേഴ്സ് പറയാറുണ്ട്. നമുക്കറിയാം നമ്മുടെ നോർമലി ട്യൂബ് ലൈറ്റ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഡിസ്ചാർജ് ട്യൂബ്, നമ്മുടെ വീട്ടിലുള്ള ട്യൂബ് ലൈറ്റ് അല്ലെ, അതിന് പൊതുവെ ഒരു വൈറ്റ് കളറാണുള്ളത്, അല്ലെങ്കിൽ ഒരു ഫ്ലൂറസെന്റ് കളറാണ് അതിനകത്തുള്ളത്. അപ്പൊ ഈ വൈറ്റ് കളർ തരാൻ കാരണമായ ഒരു ഗ്യാസ് അതിനകത്തുണ്ട്. നമുക്കറിയാം എലമെന്റുകളുടെ വേപ്പറുകളാണ് ഈ കളേഴ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പൊ ഈ വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം മെർക്കുറിയാണ്. മെർക്കുറി നിറച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് വൈറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലൂറസൻ കളറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ട്യൂബിനകത്ത് നിറയ്ക്കുന്ന ആറ്റത്തിന്റെ നമ്മൾ ഏരിയയിൽ പഠിച്ചൊരു കാര്യമാണ്, ഡിസ്ചാർജ് ട്യൂബിൽ നിറയ്ക്കുന്ന വാതകത്തിന്റെ സ്വഭാവം അനുസരിച്ച് അവിടെ കാണിക്കുന്ന റിയാക്ഷൻസ് വ്യത്യസ്തപ്പെടും. അതുപോലെ തന്നെ അവരുടെ കളർ ചേഞ്ചും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു മെർക്കുറിക് ലാമ്പ്, ഡിസ്ചാർജ് ട്യൂബിനകത്ത് മെർക്കുറിയാണ് നിറച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ മെർക്കുറിക് ലാമ്പ് എന്നുകൂടെ വിളിക്കുന്നു. നിങ്ങളിപ്പോൾ മനസ്സിൽ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഒരു ട്യൂബ് ലൈറ്റിന്റെ ഒരു ചിത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ മെർക്കുറിയാണ് അതിനകത്ത് നിറച്ചിരിക്കുന്നതെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈറ്റ് ലൈറ്റ് ആണ്. നമുക്കിനി ഓരോ വാതകങ്ങളെ മാറ്റുന്ന സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കളർ മാറും. അപ്പോൾ ഉറപ്പായിട്ട് നമ്മളിപ്പോൾ ഹൈഡ്രജനാണ് നിറയ്ക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചോ, അതായത് നമ്മുടെ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്ന ട്യൂബ് ലൈറ്റിനകത്ത് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിനെയാണ് നിറയ്ക്കുന്നത്. അങ്ങനെ ഹൈഡ്രജൻ ഗ്യാസ് നിറയ്ക്കുമ്പോൾ ഈ ട്യൂബിന്റെ കളർ ചേഞ്ച് ആവുന്നു. വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ബേസിക് ചോദ്യമാണ്. നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ ലാമ്പ് എന്നാണ് നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുക. ഈ ഹൈഡ്രജൻ ലാമ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കളർ എന്താണ് എന്ന് PSC എപ്പോഴും ചോദിക്കും. ഉത്തരം നീല നിറമാണ്. അറിഞ്ഞിരിക്കുക, ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം എന്താണ്? നീല നിറമാണ്. അങ്ങനെയാണെങ്കിൽ അത് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റ് കുറച്ച് ലാമ്പുകളെ കൂടെ ഒന്ന് നോക്കി വെച്ചാലോ. ഉദാഹരണത്തിന് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിനെ മാറ്റിയിട്ട് നമ്മൾ സോഡിയമാണ് നിറയ്ക്കുന്നത് നോക്കിയാൽ, സോഡിയം വേപ്പർ ലാമ്പ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ PSC എപ്പോഴും ചോദിക്കും സോഡിയം വേപ്പർ ലാമ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കളർ എന്താണ്? ഉത്തരം മഞ്ഞയാണ്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മഞ്ഞ കളർ. അതുപോലെ നിയോൺ ലാമ്പ്, നിയോൺ ലാമ്പുകളാണെങ്കിൽ ഏറ്റവും റീസെന്റ് ചോദ്യമാണ് നിയോൺ ലാമ്പ്. നിയോൺ ആണ് നിറയ്ക്കുന്നതെങ്കിൽ അത് നിയോൺ ലാമ്പ് എന്നറിയപ്പെടും. കളർ ഓറഞ്ച് ആണ്, പഠിച്ചിരിക്കുക, ഓറഞ്ച്. ഈ കളേഴ്സ് അത്രയും എപ്പോഴും മാറി മാറി ചോദിക്കുന്നതാണ് കേട്ടോ. ഹൈഡ്രജൻ ഇൻ കേസ് ചോദിച്ചില്ലെങ്കിൽ ബാക്കി കളേഴ്സ് ചിലപ്പോൾ ചോദിക്കും. അപ്പൊ സോഡിയം ലാമ്പ് ആണെങ്കിൽ അത് മഞ്ഞ, നിയോൺ ലാമ്പ് ആണെങ്കിൽ ഓറഞ്ച് കളർ. അതുപോലെ നൈട്രജൻ ലാമ്പ്, നൈട്രജൻ ആണ് നിറയ്ക്കുന്നതെങ്കിൽ ഈ ലാമ്പ് ചുവപ്പ് നിറമാണ് കാണിക്കുന്നത്. നൈട്രജൻ ലാമ്പ് ചുവപ്പ് കളർ. അതുപോലെ തന്നെ ക്ലോറിൻ ലാമ്പ്, ക്ലോറിൻ ലാമ്പ് ആണെങ്കിൽ പച്ച കളർ. ക്ലോറിൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം എന്ന് ചോദിക്കുക, അപ്പൊ നിങ്ങൾ പച്ച എന്നെടുക്കുക. ആൻഡ് നമ്മൾ പറഞ്ഞു മെർക്കുറിക് ലാമ്പ് ആണെങ്കിൽ അത് വെള്ള കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹൈഡ്രജന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം എന്ന് പറയുന്നത് നീല നിറമാണ്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വനസ്പതി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, വനസ്പതി നെയ്യ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. സോ ഈ വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏത് എന്ന് ചോദിക്കും. അവിടെ നമ്മുടെ ഉത്തരം ഹൈഡ്രജൻ തന്നെയാണ്. എങ്ങനെയാണ് ഈ വനസ്പതി നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും സസ്യ എണ്ണ എടുത്ത ശേഷം അതിനകത്ത് ഹൈ പ്രഷറിൽ, വളരെ ഉയർന്ന മർദ്ദത്തിൽ ഹൈഡ്രജനെ കടത്തി വിട്ടിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്. അപ്പോൾ പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സസ്യ എണ്ണയിൽ കൂടി ഏത് വാതകത്തെ കടത്തി വിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഉത്തരം ഏതാണ്? ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജന്റെ ആ ഒരു ചോദ്യം അങ്ങനെ പഠിക്കുക. വനസ്പതി നിർമ്മാണത്തിൽ സസ്യ എണ്ണയിൽ കൂടി ഏത് വാതകത്തെയാണ് കടത്തിവിടുന്നത്? അത് ഹൈഡ്രജൻ. ഇനി ഇതേ ചോദ്യത്തിന്റെ മറ്റൊരു കൺഫ്യൂസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഈ പ്രോസസ്സിന്റെ സ്പീഡ് കൂട്ടാനായിട്ട്, അതായത് വനസ്പതി നിർമ്മാണത്തിന്റെ സ്പീഡ് കൂട്ടാനായിട്ട് ഈ നിർമ്മാണ വേളയിൽ നമ്മളൊരു കാറ്റലിസ്റ്റിനെ ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഉൾപ്രേരകത്തിനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, വനസ്പതി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആരാണ്? അപ്പൊ വനസ്പതി നിർമ്മാണത്തിലെ ഉൾപ്രേരകം ആര് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ ഉത്തരം എന്തല്ല? ഹൈഡ്രജൻ അല്ല. കാരണം ഹൈഡ്രജൻ ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു മൂലകമാണ്. ചോദ്യം ഈ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന കാറ്റലിസ്റ്റ് ആണ് നിക്കൽ എന്ന് പഠിക്കുക. നിക്കൽ പീരിയോഡിക് ടേബിളിലെ ഒരു ഡി ബ്ലോക്ക് മെറ്റൽ ആണ് നിക്കൽ എന്ന് പറയുന്നത്. സോ നിക്കലിനെയാണ് അവിടെ ആഡ് ചെയ്യുന്നത്. നിക്കലിന്റെ വ്യാവസായിക നിർമ്മാണമൊക്കെ കഴിഞ്ഞ LD ക്ലർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. മോൺസ് പ്രക്രിയ ഈ പ്രക്രിയ വഴി നിർമ്മിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു മെറ്റലാണ് നിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വനസ്പതി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മൂലകം എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ. ഇനി വനസ്പതി നിർമ്മാണത്തിലെ കാറ്റലിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിക്കലിനെയാണ് ചൂസ് ചെയ്യേണ്ടത്. ഇനിയും ഹൈഡ്രജനെ പറ്റി പറയുന്ന വേറൊരു പോയിന്റ്, ഹൈഡ്രജൻ ബോംബ്. ഹൈഡ്രജൻ ബോംബ് കണ്ടെത്തിയത് ആര് എന്നൊരു ബേസിക് ചോദ്യം ചോദിക്കാറുണ്ട്. അത് എഡ്വേർഡ് ടെല്ലർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. എഡ്വേർഡ് ടെല്ലർ ആണ് ഹൈഡ്രജൻ ബോംബ് കണ്ടെത്തുന്നത്. ഇനി അതിനേക്കാൾ ഉപരി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഈ ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാണ് എടുക്കേണ്ടത്. ന്യൂക്ലിയർ ഫ്യൂഷൻ. നിങ്ങൾക്കറിയാം ന്യൂക്ലിയർ ഫ്യൂഷനും ഫിഷനും രണ്ടെണ്ണം ഉണ്ട് അല്ലെ. അതായത് ചെറിയ ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്ത് വലിയ ന്യൂക്ലിയർ ആയി മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ബോംബിനകത്ത് ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്ത് ചെറുതായി മാറുന്നതാണ് ഫിഷൻ. അത് ആറ്റം ബോംബിലാണ് ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത്
രണ്ടും നമുക്ക് എപ്പോഴും മാറി തിരിഞ്ഞ് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ചെറിയ ന്യൂക്ലിയെ കമ്പൈൻ ചെയ്ത് വലുതാകുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ ഉത്തരമായി വരുന്ന വേറൊരു ചോദ്യം ചോദിക്കാറുണ്ട്, സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജം സംഭരിക്കുന്ന രീതി ഏത്? അങ്ങനെ ചോദിച്ചാലും ന്യൂക്ലിയർ ഫ്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജം സംഭരിക്കപ്പെടുന്ന രീതി ഏത്? അങ്ങനെ ചോദിച്ചാലും ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. എന്നാൽ ആറ്റം ബോംബിലെ പ്രവർത്തന തത്വം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് ന്യൂക്ലിയർ ഫിഷൻ എന്നെടുക്കുക. ആറ്റം ബോംബിലെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഇനി ഹൈഡ്രജൻ ബോംബിന്റെ പിതാവിനെയാണ് അല്ലെങ്കിൽ അത് കണ്ടെത്തിയത് ആരെയാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ പേരോർത്ത് വയ്ക്കുക, അത് എഡ്വേർഡ് ടെല്ലർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഇനി ഈ പറഞ്ഞ പോയിന്റുകളെക്കാളൊക്കെ കൂടുതൽ എപ്പോഴും ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഈ ഒരു സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രപഞ്ചം എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ യൂണിവേഴ്സ് എന്നാണ് പറയുക അല്ലെ, യൂണിവേഴ്സ്. അപ്പൊ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആ ഹൈഡ്രജൻ ആണെങ്കിൽ ഈ പോയിന്റിനെ വെച്ചുകൊണ്ട് ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. നമുക്ക് ആ കൺഫ്യൂസിംഗ് ഫാക്ടുകൾ കൂടി ഒന്ന് നോക്കാം. ഇപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണെങ്കിൽ പ്രപഞ്ചത്തിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹീലിയം എന്ന് പഠിക്കുക കേട്ടോ. പ്രപഞ്ചത്തിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹീലിയത്തെയാണ്. അപ്പോൾ പ്രപഞ്ചം എന്ന് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ആൻസേഴ്സ് വേണം. ഫസ്റ്റ് പൊസിഷനിൽ ഹൈഡ്രജൻ, സെക്കൻഡ് പൊസിഷനിൽ ഹീലിയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്തരീക്ഷത്തിലോട്ടൊന്ന് പോവാം. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി അറ്റ്മോസ്ഫിയർ എന്ന് പറയും അല്ലെ. അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ 3 പേരെ പ്രധാനമായും പരിചയപ്പെടുക. അതായത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത്, അന്തരീക്ഷം എന്ന് ചോദിച്ചാൽ, അറ്റ്മോസ്ഫിയർ എന്ന് ചോദിച്ചാൽ ഉത്തരം നൈട്രജൻ ആണ്. ഓക്സിജൻ അല്ല, നൈട്രജൻ. 78% ആണ് അന്തരീക്ഷത്തിൽ നൈട്രജന്റെ അളവെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അന്തരീക്ഷം എന്നാണ് നമ്മുടെ ടൈറ്റിലെങ്കിൽ, അറ്റ്മോസ്ഫിയർ എന്നാണ് ചോദ്യമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്, 78%. ഇനി കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ പാഠഭാഗത്ത് ഒരു ഡെസിമൽ വാല്യൂ കൂടെ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ പഠിച്ചിരിക്കുക. 78.08% എന്നാണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ 78% എന്ന് എടുത്ത് ചോദിക്കും. അതായത് അന്തരീക്ഷത്തിൽ നൈട്രജന്റെ അളവ് എത്ര എന്നങ്ങനെ ചോദിക്കും. അപ്പൊ 78% എന്നോ അല്ലെങ്കിൽ ഈ ഒരു ഡെസിമൽ പോയിന്റോ പഠിക്കുക, 78.08%. ഇനി ഇതേ അന്തരീക്ഷത്തിൽ രണ്ടാമത് ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ഓക്സിജൻ. ഓക്കെ, രണ്ടാമത് ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ. 21% എന്നാണ് വർഷങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കൊടുത്തിരിക്കുന്ന ആൻസർ, 21%. പക്ഷേ ഡെസിമൽ പോയിന്റ് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പഠിച്ചു വെക്കുക, 20.95% എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് ഓൾറെഡി പ്രീവിയസിൽ വന്ന ചോദ്യമാണ്. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ, സെക്കൻഡ് മോസ്റ്റ് ഓക്സിജൻ. ഇനി തേർഡ് മോസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ അത് ആർഗൺ എന്ന് പറയുന്ന ഗ്യാസ് ആണ്. ആർഗൺ. ഈ ആർഗൺ ലാസ്റ്റ് നടന്നൊരു LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യമാണ്. അന്തരീക്ഷത്തിൽ ആർഗണിന്റെ അളവ് എത്ര എന്ന് പെർസെന്റേജ് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പഠിക്കുക 0.93%. കണ്ടോ, നമുക്കറിയാം ഇവിടെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 99% ആയി കഴിഞ്ഞു. ഇനി 1%ൽ താഴെയുള്ള എമൗണ്ട് ആണ് ബാക്കി എല്ലാവരും ഉള്ളത്. അപ്പൊ ആർഗണിന്റെ അളവ് ഉറപ്പായിട്ടും 1 അല്ലെങ്കിൽ അതിൽ താഴെയോ ആയിരിക്കും. 0.93. ഇവിടെ 0 ഒന്നും ഇടരുത്, 0.93% ആണ് അന്തരീക്ഷത്തിൽ ആർഗണിന്റെ അളവെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രപഞ്ചമാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ആളാണ് ഹൈഡ്രജൻ, എന്നാൽ രണ്ടാമത്തെ ആളാണ് ഹീലിയം. ഹൈഡ്രജൻ, ഹീലിയം, അത് കഴിഞ്ഞു. എന്നാൽ അന്തരീക്ഷം എന്ന് ചോദിക്കുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, ഇതാണ് ഓർഡർ. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, നോ ആർഗ്യുമെന്റ്, അങ്ങനെയൊക്കെ പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ ഈ ഹൈഡ്രജനെ ഹീലിയത്തിനെ ഹൈ ഹീൽസ് എന്നൊക്കെ പഠിച്ചു വെക്കാം. ഇങ്ങനെയൊക്കെ ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് നേരെ പോവേണ്ടത് ഭൂവൽക്കം എന്ന പോയിന്റിലേക്കാണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ഉപരിതലം. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ലെയർ ആണ് ഭൂമിയുടെ ഉപരിതലം എന്ന് പറയുന്നത് അല്ലെ. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ എർത്ത് ക്രസ്റ്റ് എന്നാണ് പറയാറുള്ളത്, എർത്ത് ക്രസ്റ്റ്. ഓക്കെ, അപ്പൊ ഭൂവൽക്കം അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലം, ഭൗമോപരിതലം എന്ന് ചോദിക്കാറുണ്ട്. എർത്ത് ക്രസ്റ്റ് എന്നും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ടിപ്പിക്കലി ഭൂവൽക്കത്തിന്റെ ഈ ലെയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അത് ആരായിരിക്കും? നമുക്കറിയാം ഭൂവൽക്കത്തിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് ഓക്സിജൻ ആണ് അല്ലെ. സോ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം ഓക്സിജൻ ആണ്. ഫസ്റ്റ് ആൻസർ ഓക്സിജൻ. ഇനി ഇവിടെ രണ്ടാമത് കാണപ്പെടുന്ന ആളെ പഠിക്കുക. നമുക്കറിയാം നമ്മൾ ബ്രീത്ത് ചെയ്യാൻ നമുക്ക് ഓക്സിജൻ വേണം. രണ്ടാമത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഭൂവൽക്കത്തിൽ നിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് മണ്ണാണ്. മണ്ണ് വേണം അല്ലെ. അപ്പൊ മണ്ണുണ്ടാകുന്നത് സിലിക്കൺ ഡയോക്സൈഡ് എന്നാണ് മണ്ണിനെ പറയുക. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ആൻസർ കിട്ടും സിലിക്കൺ. അതായത് രണ്ടാമത് ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് പറയുന്നത് സിലിക്കൺ ആണ്. സിലിക്കൺ ഒരു എലമെന്റ് ആണ്. സിലിക്കൺ തെറ്റാതെ പഠിക്കുക. സിലിക്കൺ ഒരു എലമെന്റ് ആണ്. ഇനി മണ്ണെന്ന് പറഞ്ഞാൽ
സിലിക്കൺ ഡയോക്സൈഡ് ആണ്. രണ്ടും കൂടെ മാറിപ്പോരുത്. നമ്മുടെ മണ്ണിനെ വിളിക്കുന്നത് സിലിക്ക എന്നാണ് കേട്ടോ. മണ്ണിനെ നമ്മൾ സിലിക്ക എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇത് സിലിക്കൺ എന്ന് പറയുന്ന എലമെന്റ് ആണ്. ക്ലിയർ ആണ്? ശരി. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം എന്ന് പറയുന്നത് സിലിക്കൺ. അപ്പൊ ചോദിക്കും PSC മൂന്നാമത് ഏറ്റവും കൂടുതൽ ആരാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ തേർഡ് മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അലൂമിനിയം ഇസ് ദ ആൻസർ. അലൂമിനിയം. അപ്പൊ ഇവരെ മൂന്നുവരെ പഠിച്ചു വയ്ക്കുക. ഓക്സിജൻ ആണ് ഫസ്റ്റ്, സെക്കൻഡ് സിലിക്കൺ, തേർഡ് മോസ്റ്റ് അലുമിനിയം. ഇനി ഈ അലുമിനിയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം ഓക്സിജൻ ഒരു മെറ്റൽ അല്ല, അതേസമയം അലുമിനിയം ഒരു മെറ്റൽ ആണ്, ലോഹം അല്ലെ. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ കരുതിയിരിക്കുക. PSC ചോദിക്കുന്നത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത് എന്നാണ്. അപ്പൊ ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇത്രയും വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓക്സിജൻ എന്നൊരു ആൻസർ വരാം. പക്ഷെ ചോദ്യത്തിന്റെ അവസാനം വരെയും ശ്രദ്ധിച്ചു വായിക്കണം. ലോഹം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ അലൂമിനിയത്തെയാണ് ചൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ പറയുന്നത്? അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇസ് അലൂമിനിയം. ഇനി അപ്പൊ സിലിക്കൺ അങ്ങനത്തെ എന്തെങ്കിലും ചോദ്യം വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സിലിക്കൺ ഒരു ലോഹമല്ല, അലോഹവുമല്ല. സിലിക്കണിനെ വിളിക്കുന്നത് ഒരു ഉപലോഹം എന്നാണ്. നമ്മൾ ഓൾറെഡി പീരിയോഡിക് ടേബിൾ ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ചൊരു കാര്യമാണ് ഉപലോഹം എന്ന് പറയുന്ന ഒരു ടേം അല്ലെ. ഉപലോഹം എന്ന് വെച്ചാൽ ഇംഗ്ലീഷില് മെറ്റലോയിഡ് എന്നാണ് പറയുന്നത്. മെറ്റലോയിഡ്സ്. എന്താണ് മെറ്റലോയിഡുകൾ എന്ന് വെച്ചാൽ മെറ്റലുകളുടെയും നോൺ മെറ്റലുകളുടെയും ഇടയ്ക്ക് വരുന്ന ഒരു മീഡിയേറ്റർ ആണ്. രണ്ടിന്റെയും സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് പറയാം. സിലിക്കൺ ആ കൂട്ടത്തിൽ ഒരാളാണ്. സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി, അതുപോലെ ടെലൂറിയം, പൊളോണിയം പോലുള്ള മൂലകങ്ങളെല്ലാം ഉപലോഹങ്ങളുടെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടിന്റെ സ്വഭാവമുണ്ട്. അപ്പൊ PSC ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ തന്നെയാണ്. രണ്ടാമത് സിലിക്കൺ, മൂന്നാമത് അലുമിനിയം. ഇതുവരെ ഓക്കെയാണ്. എന്നാൽ ചോദ്യം മാറി ചോദിക്കുന്നു. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ അലുമിനിയം എന്നാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ഉപലോഹം ഏത് അങ്ങനെ ചോദിച്ചാൽ ഉത്തരം സിലിക്കൺ ആണ്. ഓക്കെ. ഇനി ഹൈഡ്രജനെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പോയിന്റ് ആണ് ആസ് എ ഫ്യൂവൽ എന്ന രീതിയിൽ ഭാവിയുടെ ഇന്ധനം. ഭാവിയുടെ ഇന്ധനം വർഷങ്ങളായിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഫ്യൂച്ചർ ഫ്യൂവൽ എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനെയാണ്. ഈ പോയിന്റ് പഠിക്കുമ്പോൾ നമ്മളൊരു കൺഫ്യൂസിംഗ് ഫാക്ട് കൂടെ പഠിച്ചു വെക്കണം. അത് ഭാവിയുടെ ലോഹം എന്നാണ്. ഫ്യൂച്ചർ മെറ്റൽ. ഫ്യൂച്ചർ മെറ്റൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടൈറ്റാനിയം. അപ്പൊ ഭാവിയുടെ ഇന്ധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ, ഭാവിയുടെ ലോഹം എന്ന് പറയുന്നത് ടൈറ്റാനിയം. ഹൈഡ്രജൻ പൊതുവെ ഏർപ്പെടുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ സംയോജന രാസപ്രവർത്തനം അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു മൂലകം മറ്റൊരു മൂലകമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു സംയുക്തം ഉണ്ടായി മാറുന്നു. ഇതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. പാഠഭാഗത്ത് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു. നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുണ്ടാകുന്ന ഒരു പ്രധാന കോമ്പൗണ്ട് ആണ് വെള്ളം എന്ന് പറയുന്നത്. ഒരു LGS-നൊക്കെ കഴിഞ്ഞ LGS-ന്റെ ചോദ്യമാണ് ജലത്തിലെ ഘടകങ്ങൾ ഏതെല്ലാം. വളരെ ബേസിക് ചോദ്യം. ജലത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. അപ്പോൾ അതുപോലെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുണ്ടാകുന്ന മറ്റൊരു കോമ്പൗണ്ട് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്, H2O2. കഴിഞ്ഞ LGS-ന്റെ ചോദ്യമാണ് മണ്ണിന്റെ ജൈവാംശം നിലനിർത്തുന്നതിന് ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ്? അപ്പൊ അത് H2O2 എന്നറിയപ്പെടുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ആൻസർ. അപ്പോൾ ഹൈഡ്രജനെയും ഓക്സിജനെയും അവരെ കണക്ട് ചെയ്തിട്ടുള്ള കോമ്പൗണ്ടുകളും ഇതെല്ലാമാണ് നമ്മുടെ 1 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ. അപ്പൊ ശ്രദ്ധിക്കുക, പോയിന്റ് ഇതാണ്. നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും കൂടെ ബേൺ ചെയ്ത് വെള്ളം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണെന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. ഇതൊരു താപമോചക പ്രവർത്തനമാണ്. അതായത് എക്സോതെർമിക് റിയാക്ഷൻ. അതായത് ഒരു റിയാക്ഷൻ നടന്ന ശേഷം താപം പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഹൈഡ്രജന്റെ ഓക്സിജനുമായിട്ടുള്ള കമ്പഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു താപമോചക പ്രവർത്തനമാണ്. ഒരു 9ാം ക്ലാസ്സിലെ അലോഹങ്ങൾ എന്ന് പറഞ്ഞൊരു അധ്യായത്തിനകത്ത് ഹൈഡ്രജന്റെ കുറച്ച് യൂസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പാഠഭാഗത്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്ന ഈ യൂസസ് അതുപോലെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ LGS-ന്റെ ആസിഡുകളുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെ യൂസസിന്റെ ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഹൈഡ്രജന്റെ പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെക്കുക. കാരണം ടെക്സ്റ്റൽ പോയിന്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അമോണിയ വാതകവുമായി ബന്ധപ്പെട്ട് PSC ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അമോണിയ ഹേബർ പ്രക്രിയ വഴി നിർമ്മിക്കുന്നു. അമോണിയ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി എന്ന ശാസ്ത്രജ്ഞനാണ്. അതുപോലെ ജലത്തിൽ ഏറ്റവും ലയിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് അമോണിയയാണ്. അതുപോലെ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണമായ ഹേബർ പ്രക്രിയയിൽ സ്പോഞ്ചി ഇരുമ്പിനെയാണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ടെക്സ്റ്റ് ബുക്ക് ചോദ്യമാണ്, ഈ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിലെ പ്രൊമോട്ടർ ആരാണ്? പ്രൊമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റലിസ്റ്റിന്റെ ഉൾപ്രേരകത്തിന്റെ പ്രവർത്തനങ്ങളെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്നവരെയാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിലെ പ്രൊമോട്ടർ എന്നറിയപ്പെടുന്നത് ഒന്ന് ഓർത്തു വെച്ചോണേ, മോളിബ്ഡിനം എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് മോളിബ്ഡിനം. അപ്പോൾ ഇത് ഒരു CBSE ടെക്സ്റ്റിലുള്ള പോയിന്റ് ആണ് മോളിബ്ഡിനം. LGS-ന് ചോദിച്ചിട്ടില്ല ഇതുവരെ, അറിഞ്ഞിരിക്കുക.
സ്പോഞ്ചി ഇരുമ്പ് ഉൾപ്രേരകമാണെങ്കിൽ ഇയാളെ നമ്മൾ പ്രൊമോട്ടർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ അമോണിയ, അടുത്തത് മെത്തനോൾ. മെത്തനോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പിരിറ്റ് ആണ് അല്ലെ, പോയിസണസ് ആയിട്ടുള്ള ആൽക്കഹോൾ ആണ് മെത്തനോൾ എന്ന് പറയുന്നത്, സ്പിരിറ്റ് ആണ്. സോ അപ്പോൾ ഓർത്തിരിക്കുക, അമോണിയ, മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഇവിടെ ഈ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. കാർബൺ മോണോക്സൈഡ് എന്ന ഗ്യാസും ഹൈഡ്രജനും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റ് കിട്ടും, അതിന്റെ പേരെന്താണ്? എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരം വാട്ടർ ഗ്യാസ് എന്നാണ് കേട്ടോ, വാട്ടർ ഗ്യാസ്. ഇൻഡസ്ട്രിയിൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ഏത്? ആ ഒരു മിക്സ്ചറിന് ഒരു പേര് പറയും, വാട്ടർ ഗ്യാസ് എന്നാണ് മെയിൻലി വിളിക്കുന്നത്. വാട്ടർ ഗ്യാസ് എന്നും പറയും, സിൻ ഗ്യാസ് എന്നും പറയും, സിന്തസിസ് ഗ്യാസ് എന്നും പറയും. പിന്നെ ബ്ലൂ ഗ്യാസ് എന്നൊരു പേരും ഉണ്ട്. ഇത്രയും പേരുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഇതിൽ വാട്ടർ ഗ്യാസ് എന്ന പേര് ചോദിക്കാനാണ് സാധ്യത കൂടുതൽ കേട്ടോ. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ആ ഗ്യാസിന് പറയുന്ന പേരെന്താണ്? വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിൻ ഗ്യാസ്. സിൻ, SYN, സിൻ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ്. ഇനി മറ്റൊരു കൺഫ്യൂസിംഗ് ഫാക്ട് ആണ്, അങ്ങനെയാണെങ്കിൽ കാർബൺ മോണോക്സൈഡും നൈട്രജനും കൂടെ ചേർന്നുണ്ടാകുന്ന ഗ്യാസിന് പറയുന്ന പേരെന്താണ്? കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നുണ്ടാകുന്ന ഗ്യാസിനെ പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ് പറയുന്നത്, പ്രൊഡ്യൂസർ ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്. ഇത്തരത്തിൽ അമോണിയ, മെത്തനോൾ എന്ന ആൽക്കഹോൾ, ഇതിന്റെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. ഇനി അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നു. അപൂരിത എണ്ണകൾ എന്ന് വെച്ചാൽ അൺസാച്ചുറേറ്റഡ് ഓയിൽസ്, മെയിൻലി ഹൈഡ്രോ കാർബണുകളെയാണ് അങ്ങനെ പറയുന്നത്. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയിൽസിനെ സാച്ചുറേറ്റഡ് ആക്കി മാറ്റുക. ഹൈഡ്രോ കാർബണുകൾ അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ അതിനെ അഡിഷൻ റിയാക്ഷൻസ് എന്ന് പറയും, അഡിഷൻ റിയാക്ഷൻ. അതിലേട്ടൊന്നും നമുക്ക് പോകണ്ട, ഈ ഒരു സെന്റൻസ് ഇങ്ങനെ പഠിച്ചു വെക്കുക. അപൂരിതമായ അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയിൽസിനെ സാച്ചുറേറ്റ് ആക്കി മാറ്റാൻ നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്താണ് സാച്ചുറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അടുത്തത് ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൈഡ്രജൻ ഇസ് മെയിൻലി യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. ഇനി മറ്റൊന്ന്, ഫ്യൂവൽ സെല്ലുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു ഹൈഡ്രജൻ, ഓക്സിജൻ ഫ്യൂവൽ സെല്ലുകൾ ഇന്ന് ഇൻഡസ്ട്രിയിൽ വളരെയധികം ഉപയോഗിക്കുന്നു. സോ ഈ ഫ്യൂവൽ സെല്ലുകൾ നിർമ്മിക്കാനും നമ്മൾ ഹൈഡ്രജൻ എടുക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹൈഡ്രജന്റെ യൂസസിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി പ്രധാനമായി നോക്കേണ്ട ഹൈഡ്രജന്റെ പോയിന്റുകൾ പറഞ്ഞാലും തീരാത്തതാണ്. ഹൈഡ്രജന്റെ ഐസോടോപ്പിക് ഫോമുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം, ഇങ്ങനെ തുടങ്ങി ഐസോടോപ്പുകൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രധാനമായിട്ടുള്ള ഹൈഡ്രജന്റെ ഈ ബേസിക് ഇൻഫർമേഷൻസ് എല്ലാ പോയിന്റ്സും നിങ്ങൾ ഭംഗിയായിട്ട് നോക്കി വെക്കുക. ഈ പോയിന്റുകൾക്കൊക്കെ പുറമെ ഇനി ഹൈഡ്രജൻ ഒത്തിരി പോയിന്റുകൾ വേറെയുണ്ട്. ഹൈഡ്രജന്റെ പ്രധാന ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഇവയെല്ലാം ഇവരും അവരുടെ ബാക്കി അനുബന്ധ വിവരങ്ങളൊക്കെ നമുക്ക് മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇപ്പൊ നമ്മൾ തുടക്കം മുതൽ പറഞ്ഞ ഹൈഡ്രജന്റെ ഇത്രയും പോയിന്റുകൾ ഏറ്റവും ബേസിക് ആണ്. എല്ലാ പരീക്ഷകളിലും ഇത്രയും നമ്മൾ പറഞ്ഞ പോയിന്റ്സിൽ നിന്ന് തന്നെയാണ് ചോദ്യം വരാറുള്ളത്. സോ ഇവ ഇത്രയും ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക.